Welcome all to the 9th session of electric charges and fields. In the last class we discussed in detail the electric field intensity at any point on the axial line of the electric dipole and also on the equatorial line of the electric dipole. ആ രണ്ടിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തു, അവർ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തു. ആ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാൻ പോകണം. ഡൈപോളിനെ കുറിച്ചുള്ള ഫുൾ ഡിസ്കഷൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഡൈപോളിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ഹെഡിങ് ആണിത്, ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡൈപോൾസ് എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റ് നമുക്ക് അടുത്ത ചാപ്റ്ററിലും നമുക്ക് ആവശ്യമുള്ള ഒരു കോൺസെപ്റ്റാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. എന്താ ഈ കോൺസെപ്റ്റ് പറഞ്ഞു നോക്കൂ. In every molecule there is a positive center and a negative center. എല്ലാ മോളിക്യൂളിലും അല്ലെങ്കിൽ എല്ലാ ആറ്റത്തിലും ഒരു പോസിറ്റീവ് സെൻറ്റർ ഉണ്ട്, ഒരു നെഗറ്റീവ് സെൻറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത്. The positive center lies at the center of mass of protons and negative center lies at the center of mass of electrons. എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഏതൊരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ സെൻറ്ററിൽ ആരുണ്ടാവുക, പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. റെഡി അല്ലേ? ഈ രൂപത്തിൽ കറങ്ങും, ലൈക്ക് ദിസ്. സർക്കുലാർ പാത്തിൽ കറങ്ങും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ദിസ് ഈസ് പോസിറ്റീവ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കാരാ പോസിറ്റീവ് ചാർജ് എവിടെയാണ് ഉള്ളത്, അതിൻ്റെ എക്സാക്ട് സെൻറ്റർ. പോസിറ്റീവ് ചാർജ് ആർക്കാണ് ഉള്ളത്, പ്രോട്ടോൺസിന്. അപ്പോൾ പോസിറ്റീവ് സെൻറ്റർ എവിടെ ഉണ്ടാവുക, പ്രോട്ടോൺസിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ. പ്രോട്ടോൺസ് എവിടെ ഉള്ളത്, ന്യൂക്ലിയസിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഉണ്ടാവുക, അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് പറയണമെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോൺസിൻ്റെ എക്സാക്റ്റ് പൊസിഷൻസ് നമുക്കറിയണം. അത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സംവെയർ വിത്തിൻ ദ ന്യൂക്ലിയസിനെ അതിന് ചാൻസ് ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ പോസിറ്റീവ് സെൻറ്റർ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുക, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാനത് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്യാം. സപ്പോസ് ഇനി നോക്കൂ, ഇലക്ട്രോൺസ് ആണ് ഈ റിവോൾവ് ചെയ്യുന്നത്. നോക്കൂ, ഇതിലൂടെ റിവോൾവ് ചെയ്യുന്നത് കോൺസെൻട്രിക് സർക്കുലാർ പാത്തിലൂടെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ഉണ്ടാകുക, നോക്കൂ, ഒരു റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ്, അതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇലക്ട്രോണിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ഉണ്ടാവുക, അതിൻ്റെ സെൻറ്ററിലുണ്ടാവും. റെഡി അല്ലേ? എന്ന് വെച്ചാൽ അതും എവിടെ ഉണ്ടാവുക, അതും ഉണ്ടാവല് സംവെയർ വിത്തിൻ ദ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും അതുണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ ഏതൊരു ആറ്റത്തിനാണെങ്കിലും മോളിക്യൂളിനാണെങ്കിലും ദർ ഈസ് എ പോസിറ്റീവ് സെൻറ്റർ ആൻഡ് എ നെഗറ്റീവ് സെൻറ്റർ. ദ പോസിറ്റീവ് സെൻറ്റർ ലൈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നെഗറ്റീവ് സെൻറ്റർ ലൈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഇലക്ട്രോൺസ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ? ഏത് ആറ്റം എടുത്താലും മോളിക്യൂൾ എടുത്താലും അതിൽ ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഉണ്ടാകുക, പ്രോട്ടോൺസിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ. ഒരു ആറ്റം എടുക്കുന്ന സമയത്ത് അത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിരിക്കും വരിക. അപ്പോൾ പ്രോട്ടോൺസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇലക്ട്രോൺസിൻ്റെ സെൻറ്റർ ഓഫ് മാസിലായിരിക്കും വരുന്നുണ്ടാവുക, നെഗറ്റീവ് സെൻറ്റർ ഉണ്ടാവുക. മനസ്സിലായോ? ഇനി ഈ പോസിറ്റീവ് സെൻറ്ററും നെഗറ്റീവ് സെൻറ്ററും ഒരു പോയിൻ്റ് ആവാനും ആവാതിരിക്കാനും സാധ്യതയില്ലേ? ഉണ്ട്. രണ്ടും ഒരു പോയിൻ്റ് ആയി വരാം. കാരണം പ്രോട്ടോൺസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളത്, ഇലക്ട്രോൺസിൻ്റെ സെൻറ്റർ ഓഫ് മാസും സംവെയർ വിത്തിൻ ദ ന്യൂക്ലിയസിലാവാനാണ് സാധ്യത. അപ്പോൾ അത് ബൈ ചാൻസിൽ അത് രണ്ടും കോയിൻസൈഡ് ചെയ്യാനും സാധ്യതയുണ്ട്, കോയിൻസൈഡ് ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മോളിക്യൂൾസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും. ഇതെന്താ സംഭവം, ഇത് നിങ്ങൾ +1 കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നോക്കാം. ഇൻ certain molecules the positive center and negative centers of charges coincide ചെയ്യുന്നു in the absence of external field. എന്താ absence of external field? നമ്മൾ മെക്കാനിക്സിൽ നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന്, അല്ലേ? ലോസ് ഓഫ് മോഷനിൽ അവിടെ നമ്മൾ പറയില്ലേ, പുറത്തുനിന്ന് ആരുടെയും ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഇലക്ട്രിസിറ്റിയിൽ ചാർജിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് പുറത്തുനിന്ന് ആരുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്, പിന്നെ ഇലക്ട്രിക് ഫീൽഡിലാണ്. അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി എക്സ്റ്റേണൽ ഫീൽഡ് പറഞ്ഞാൽ വേറെ ഇലക്ട്രിക് ഫീൽഡൊന്നുമില്ല. ആ ചാർജുകൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഡൈപോള്
മീൻസ് ആറ്റത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഫീൽഡ് അല്ലാതെ പുറത്ത് വേറെ ഫീൽഡൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പോസിറ്റീവ് സെൻറ്ററും നെഗറ്റീവ് സെൻറ്ററും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് സെൻറ്ററും ഒന്ന് തന്നെ. അപ്പോൾ പോസിറ്റീവ് സെൻറ്റർ ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞ പോലെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വരും, നെഗറ്റീവ് സെൻറ്ററും അതേ സ്ഥലത്ത് തന്നെ വരുകയാണെങ്കിൽ അപ്പോൾ പോസിറ്റീവ് സെൻറ്ററും നെഗറ്റീവ് സെൻറ്ററും അറ്റ് എ പോയിൻ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ അതിന് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. കാരണം എന്താ? പോസിറ്റീവ് എത്രയാണോ ആറ്റത്തിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ഉള്ളത്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളത്, അത്ര തന്നെയാണല്ലോ പുറത്ത് നെഗറ്റീവ് ചാർജ് ഉള്ളത്. അപ്പോൾ രണ്ടും ഒരു പോയിൻ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജസ് അറ്റ് എ പോയിൻ്റ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഫോം ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ അതുണ്ടോ? ഇല്ല. അപ്പോൾ നോക്കൂ, ഇതിന് ഇലക്ട്രിക് ഡൈപോൾ ഇവിടെ ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. അത്തരം മോളിക്യൂൾസിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. കാരണം പോളാർ എന്നുള്ള വേർഡ് നമ്മൾ തുടക്കത്തിൽ പരിചയപ്പെട്ടതാണ്. പോളാർ എന്നുള്ള വാക്ക് നമ്മൾ ചാർജായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ഇവിടെ നോൺ പോളാർ, ആ ചാർജിൻ്റെ ഇഫക്റ്റ് ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓൾറെഡി ഒരു നോക്കൂ, ഡൈപോൾ മൊമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജസ് അറ്റ് എ സിംഗിൾ പോയിൻ്റ് ആണ്. അപ്പോൾ നെറ്റ് ചാർജ് ഇല്ല, അതോടൊപ്പം തന്നെ എന്തുമില്ല? ഫീൽഡും ഇല്ല. കാരണം ഡൈപോൾ മൊമെൻ്റ് ഇല്ല. ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആവണം. അങ്ങനെ ഇവിടെ അങ്ങനെ സ്വന്തമായി ഡൈപോൾ മൊമെൻ്റ് ഇല്ലാത്ത ഇത്തരം മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ പോളാർ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. അത്തരം നോൺ പോളാർ മോളിക്യൂളിന് എക്സാമ്പിൾ ആണ് നോക്കൂ, CO2, CH3, ദെൻ H2, N2 എക്സെട്ര. അപ്പോൾ നോൺ പോളാർ മോളിക്യൂൾ മനസ്സിലായോ? അപ്പോൾ നോൺ പോളാർ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? അവർ ഡൈപോൾ ഫോം ചെയ്തിട്ടില്ല, അവർക്ക് സ്വന്തമായിട്ട് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. മനസ്സിലായല്ലോ? ഡൈപോൾ മൊമെൻ്റ് ഇല്ലാത്ത ഇത്തരം മോളിക്യൂൾസിനാണ് നമ്മൾ നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കാറ്റഗറി, ഇത് പോളാർ മോളിക്യൂൾ. അതിലെന്തായിരിക്കും? പോസിറ്റീവ് സെൻറ്ററും നെഗറ്റീവ് സെൻറ്ററും കോയിൻസൈഡ് ചെയ്യണില്ല. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, ചെറിയൊരു ഡിസ്റ്റൻസ് സെപ്പറേഷനിലാണ്. അപ്പോൾ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് എന്ത് ഫോം ചെയ്തു? ഡൈപോൾ ഫോം ചെയ്തു. അപ്പോൾ അവർക്ക് എന്തുണ്ട്? അവർക്കൊരു പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്. അത്തരം മോളിക്യൂൾസിനാണ് പോളാർ, ചാർജിൻ്റെ ഇഫക്റ്റ് ഉണ്ട്, പോളാർ മോളിക്യൂൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പോളാർ മോളിക്യൂൾസ് എക്സാമ്പിൾ നോക്ക്, നമ്മുടെ വാട്ടർ അല്ലെ, H2O, HCl, NH3 എക്സെട്ര. അപ്പോൾ പോളാർ മോളിക്യൂൾ, നോൺ പോളാർ മോളിക്യൂൾസ്. പോളാർ മോളിക്യൂൾസിന് സ്വന്തമായിട്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്, നോൺ പോളാറിന് സ്വന്തമായിട്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. അവരുടെ എക്സാമ്പിൾ പോസിറ്റീവ് സെൻറ്റർ, നെഗറ്റീവ് സെൻറ്റർ, ആ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഈ പാർട്ട് നമുക്ക് പാസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതിനും പോസിറ്റീവ് സെൻറ്റർ ഇവിടെ ഉണ്ടാവുക പ്രോട്ടോൺസിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ, നെഗറ്റീവ് സെൻറ്റർ ഇവിടെ ഉണ്ടാവുക ഇലക്ട്രോൺസിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ. ഇതൊരു പോയിൻ്റ് ആവാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അല്ലേ ആവാനും ആവാതിരിക്കാനും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ എന്താ ചെറിയ വ്യത്യാസം ഉണ്ടാവുക. കാരണം റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ അതിൻ്റെ സെൻറ്ററിൽ, ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ, അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ ഉണ്ടാവുക അതിൻ്റെ സെൻറ്ററിൽ. പ്രോട്ടോൺസ് ഓൾറെഡി എവിടെ ഉള്ളത്? അതിൻ്റെ സെൻറ്ററിലാണ്, ആറ്റത്തിൻ്റെ സെൻറ്ററിലുള്ളത്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഡൈപോൾ ഇൻ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. നമ്മൾ ഡൈപോളിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അവസാനത്തെ ഹെഡിങ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഡൈപോൾ ഇൻ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റിലാണ്. ചെറിയ ഡെറിവേഷന് 2 മാർക്ക് 3 മാർക്ക് ഡെറിവേഷൻസിനൊക്കെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള പ്രസക്തമായ ഭാഗം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? അത് നോക്കും, ഞാനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് കൊണ്ട് ഉദ്ദേശിച്ചത് ഡൈപോളിൻ്റെ സ്വന്തം ഫീൽഡ് അല്ലാതെ പുറത്ത് വേറെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ആ അറേഞ്ച് ചെയ്ത ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഡൈപോളിനെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നോക്കും, ഞാൻ അത്തരം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയാം. എങ്ങനെ വരയ്ക്കേണ്ടത്? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? നോക്കൂ, വളരെ പാരലൽ ലൈൻസാണ് നമ്മൾ കാണിക്കുക, പാരലൽ ലൈൻസ്. അത് നോക്കൂ, ഇവിടെ ഞാൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ദീസ് റെപ്രസെൻറ്റ്സ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇത്തരം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ ഇതിൻ്റെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ വെക്റ്റർ ഇ എന്ന് മാർക്ക് ചെയ്തു, വെക്റ്റർ ഇ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നമ്മൾ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യാൻ പോവാം. ഞാൻ ഇതിന് ഒരു ഇലക്ട്രിക് ഡൈപോളിനോട് പ്ലേസ് ചെയ്യണം. നോക്കൂ, ഇവിടെ ഞാൻ പ്ലസ് ക്യൂനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. പ്ലസ് ക്യൂ. നോക്കൂ, മറ്റൊരു മൈനസ് ക്യൂനെ നോക്കൂ, ഞാനിതാ ഇവിടെ പ്ലേസ് ചെയ്തു. ദിസ് ഈസ് മൈനസ് ക്യൂ. നോക്കൂ, അവർ തമ്മിലുള്ള ആ സെപ്പറേഷൻ ഉണ്ടല്ലോ, നമ്മളെ ഡൈപോൾ ലെങ്ത്ത്
അതിനാണ് നമ്മൾ 2a എന്ന് നമ്മൾ സാധാരണ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് 2a. ആ 2a ലെങ്ത്ത് അവിടെ ഉണ്ട്. ദിസ് ഈസ് 2a. ഓക്കെ, 2a ലെങ്ത്താണ്. ഇനി ഡൈപോൾ മൊമെൻറ്റും കൂടെ ഞാൻ അതിൽ മാർക്ക് ചെയ്യാൻ പോവാണ്. ഡൈപോൾ മൊമെൻറ്റ്, ലെറ്റ് മീ മാർക്ക് ഡൈപോൾ മൊമെൻറ്റ് ഓവർ ദർ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡിറക്ഷൻ എവിടുന്ന -q to +q. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് നോക്കുക, ഇവിടെ ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ഇവിടെയല്ലേ? ദിസ് ഈസ് ഡൈപോൾ മൊമെൻറ്റ്. ഇതാണ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ആ ഡൈപോൾ മൊമെൻറ്റിൻ്റെ നോക്കൂ, അതിനെ വെക്റ്റർ പി എന്ന് പേരിട്ടു. Dipole moment vector P, which makes an angle theta with the direction of the electric field intensity. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നോക്കുക ഈ ഡിറക്ഷനിലാണ്. അപ്പോൾ അത് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നു. ക്ലിയർ ആണല്ലോ? ഒറ്റ കാര്യം കൂടി ഞാൻ മാർക്ക് ചെയ്യാം. ഈ ഡൈപോളിനെ പേരിടാണ് AB എന്ന് ഞാൻ പേരിട്ടു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. നമുക്കറിയാം ഒരു ഡൈപോളിന് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഇവിടെ +q ആണുള്ളത്. ഏതൊരു q ചാർജിനെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ വെച്ചാൽ അതിനുള്ള പിന്നെ ഫോഴ്സ് എത്ര? അതിനുള്ള ഫോഴ്സ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നോക്കൂ, ഫോഴ്സ് ഓൺ +q എത്ര ഉണ്ടാവുക? ഫോഴ്സ് ഓൺ +q ഞാൻ F +q എന്ന് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ എത്ര? +q വെക്റ്റർ E. ശരിയാണല്ലോ? q ചാർജിനെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ വെച്ചാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് വിച്ച് ഈസ് ഗിവൺ ബൈ QE. നമ്മൾ ആവർത്തിച്ച് നമ്മൾ സംസാരിച്ച കാര്യമാണ്, ആർക്കും വലിയ ഡൗട്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നോക്കൂ, ഫോഴ്സ് ഓൺ നോക്കൂ, ഫോഴ്സ് ഓൺ -q. -q മുതലുള്ള ഫോഴ്സ് എത്ര ഉണ്ടാവുക? വെക്റ്റർ F -q. ദാറ്റ് ഈസ് ഈക്വൽ ടു -q വെക്റ്റർ E. -q വെക്റ്റർ E. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ ആണോ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനാണ്. എന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവ് ചാർജുമുള്ള ഫോഴ്സ് നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്ര ഉണ്ടാവുക? QE. പിന്നെ അതിന് വെക്റ്റർ കൊടുക്കണില്ല, ഡിറക്ഷൻ ഞാൻ അവിടെ മാർക്ക് ചെയ്തു QE. ഇനി ഇവിടെ നോക്കൂ, -qൻ്റെ മുകളിലുള്ള ഫോഴ്സോ -QE. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇൻ്റെ ഡിറക്ഷൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നോക്കൂ, ഇൻ്റെ ഡിറക്ഷന് അങ്ങോട്ടാണ്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിലാണ് ഇവിടെ ഉണ്ടാവുക. കണ്ടോ? അതിൻ്റെ ഓപ്പോസിറ്റിലാണ്. അത് നോക്കുക, ഓപ്പോസിറ്റിൽ ഞാൻ ഇവിടെ QE ഫോഴ്സ് കൊടുക്കാൻ പോവുക. ഓപ്പോസിറ്റിൽ QE ഫോഴ്സ്. റെഡി? ദിസ് ഈസ് QE ഫോഴ്സ്. അപ്പോൾ ഈ ഡൈപോളിൻ്റെ നോക്കൂ, മുകളിൽ അങ്ങോട്ടും താഴെ നോക്കൂ, ഈ ഓപ്പോസിറ്റ് ഡിറക്ഷനിലും ഇപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഡൈപോളിന്. അത് നോക്കൂ, ഡൈപോളിൻ്റെ മുകളിൽ ഈ രണ്ട് ഈക്വൽ ഫോഴ്സ് അല്ലേ ഈക്വലാണ്, ഓപ്പോസിറ്റ് അല്ലേ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാം? നെറ്റ് ഫോഴ്സ് എത്ര? അപ്പം നെറ്റ് ഫോഴ്സ് നോക്കൂ, ഇത് രണ്ടും കൂടെ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഫോഴ്സ് എന്താ കിട്ടുക? നെറ്റ് ഫോഴ്സ് യു വിൽ ഗെറ്റ് 0 അല്ലേ? 0 അല്ലേ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഡൈപോൾ വിൽ എക്സ്പീരിയൻസ് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 നെറ്റ് ഫോഴ്സ് ആണ് ഡൈപോളിൻ്റെ മുകളിൽ ഉണ്ടാവാം. അതിൽ നമുക്ക് ഡൗട്ടില്ല, അത് ഓക്കെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണ്. പക്ഷേ അതുകൊണ്ട് നെറ്റ് ഇഫക്റ്റ് 0 ആവണോ? അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധമില്ല. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാൻ നോക്കും. ഇപ്പോൾ നമ്മൾ റൊട്ടേഷണൽ ഡൈനാമിക്സിലൊക്കെ കഴിഞ്ഞ വർഷം സംസാരിക്കുന്ന കാര്യമാണത്. അതായത് നോക്കിപ്പോൾ ഒരാളിങ്ങനെ നിൽക്കുകയാണ്, അയാൾ വേസ്റ്റിൽ, അയാളവിടെ സെൻറ്ററിൽ ഇവിടെ അരൻ്റെ ഭാഗത്ത് ഒരു കയറൊക്കെ കെട്ടിയിട്ട് ഒരാൾ നോക്കൂ, കയറൊക്കെ കെട്ടിയിട്ട് അങ്ങോട്ട് വലിക്കുകയാണ്, വേറൊരാൾ കയറൊക്കെ കെട്ടിയിട്ട് ഇങ്ങോട്ട് വലിക്കുക. നോക്കൂ, ഞാൻ ഇവിടെ കാണിക്കാം. നോക്കൂ, ജസ്റ്റ് നോക്കൂ, ഇതാ ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇയാളെ ഇവിടെ വേസ്റ്റിൽ കയറൊക്കെ കെട്ടിയിട്ട് ഒരാൾ അങ്ങോട്ട് വലിക്കുന്നു, അയാൾ വലിക്കുന്ന ഫോഴ്സ് F. വേറൊരാൾ നോക്കൂ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ F ഫോഴ്സ് വലിക്കുന്നു. ഈ രണ്ട് ഫോഴ്സ് ഇതാ നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ടും വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് മുകളിൽ അനുഭവപ്പെടുന്ന, ഈ കക്ഷിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എത്ര? 0. കാരണം എന്താ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ F - F = 0. ഇവിടെ നെറ്റ് ഇഫക്റ്റും 0 ആണ്. കാരണം ഇപ്പോൾ ഇയാൾ ഇവർ രണ്ടാളും റെഡി 1 2 3 അറിഞ്ഞ് വലിക്കുക. അപ്പോൾ ആ സമയത്ത് ഇയാളിങ്ങനെ നോക്കിയിട്ട് രണ്ടാളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണല്ലോ, അപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് മൂപ്പർക്ക് അവിടെ തന്നെ നിൽക്കുക. മൂപ്പർ അവിടെ തന്നെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇനി ഇവർ വലിക്കുന്ന ആളുകൾ തന്ത്രം മാറ്റി. ഒരാൾ എന്ത് ചെയ്തു പറയും? ഒരാൾ ഇവിടുന്ന് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയാൾ ആ ഫോഴ്സ് തന്നെ നോക്കൂ, ഇവിടുന്ന് മാറ്റിയിട്ട് അയാൾ എന്ത് ചെയ്തു അറിയാം? ഒരാൾ ഫോഴ്സ് നോക്കൂ, ഇതാ ഇവിടെ കൗത്തിൽ ഇങ്ങോട്ട് കിട്ടിയിട്ട് ഇങ്ങോട്ട് F വലിക്കാൻ തുടങ്ങി. വേറൊരാൾ ഇവിടെ കാൽമ കെട്ടിയിട്ട് ഇങ്ങോട്ട് വലിക്കാൻ തുടങ്ങി.
റെഡി 1 2 3 ഉണ്ട് വലിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നോക്കി ഇയാളിങ്ങനെ നോക്കി, രണ്ട് ഭാഗത്തേക്കും നോക്കി, അപ്പോൾ രണ്ട് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ അയാൾ മൂപ്പര് വീണ്ടും വിചാരിക്കുകയാണ്, ഓ രണ്ട് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആണല്ലോ, ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ നിന്നാൽ എങ്ങനെ എന്താ സംഭവിക്കുക? നിന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലേ? ഒറ്റടിക്ക് ആളെന്താവും? ഇങ്ങോട്ട് കിടക്കും. കിടക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഫാളിംഗ് ആണ്. ഫാളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാളിംഗ് ഈസ് പാർട്ട് ഓഫ് റൊട്ടേഷൻ. മനസ്സിലായോ? അപ്പോൾ റൊട്ടേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഫാളിംഗ് ഈസ് പാർട്ട് ഓഫ് റൊട്ടേഷൻ. ഐ ടോൾഡ് യു. അങ്ങനെ റൊട്ടേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ എന്തുണ്ട്? ടോർക്ക് ഉണ്ട്. എന്താണുള്ളത്? അവിടെ ടോർക്ക് ഉണ്ട്. റൊട്ടേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അവിടെ ടോർക്ക് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ടോർക്ക് ഉണ്ട്. മനസ്സിലായോ? റെഡി. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ടോർക്ക് എത്രയെന്ന് ഫൈൻഡ് ചെയ്യണം. അതേ കേസ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. ഡൈപോളിൻ്റെ നോക്കും മുകൾ ഭാഗത്ത് QE ഫോഴ്സ്, താഴെ നോക്കി ഇവിടെ QE ഫോഴ്സ് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആണ്. നെറ്റ് ഫോഴ്സ് 0 ആണ്. അതിൽ നമുക്ക് ഡൗട്ടില്ല, അത് നമ്മൾ കൺഫേം ചെയ്തു. പക്ഷേ നെറ്റ് ഇഫക്റ്റ് 0 അല്ല. കാരണം ഇങ്ങനെ നിൽക്കുന്ന ഡൈപോളിൻ്റെ ഈ ഭാഗത്ത് അങ്ങോട്ടും ഈ അടിഭാഗത്ത് നോക്കും ഇങ്ങോട്ടും ഫോഴ്സാണ്. അപ്പോൾ ഡൈപോളിന് റൊട്ടേഷൻ ഉണ്ടാവും. ആ റൊട്ടേഷനാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡൈപോൾ വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. ഡൈപോളിന് ഇവിടെ ഒരു ടോർക്ക് അനുഭവപ്പെടും. ജസ്റ്റ് എ സെക്കൻഡ്. യെസ്. അപ്പോൾ നമുക്ക് ഡൈപോളിന് ഇവിടെ ഒരു ടോർക്ക് ഫീൽ ചെയ്യും. ആ ടോർക്ക് എത്രയെന്നുള്ളതാണ് ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ആ ഡൈപോളിൻ്റെ ടോർക്ക് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകും. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതണം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു, നോക്കൂ ഇവിടെ ഞാൻ പുതിയൊരു ഇക്വേഷനാണ് എഴുതാൻ പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പുതിയ ഇക്വേഷൻ അല്ല. നമ്മൾ +1 പഠിച്ച ഇക്വേഷനാണ്. നോക്കൂ, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു R ക്രോസ് F പഠിച്ചില്ലേ? R ക്രോസ് F. അവിടെ തന്നെ നമ്മളൊരു കപ്പിളൊക്കെ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? കപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവിടെ എന്താണത്? ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കപ്പിൾ ഉണ്ടാവുക. എന്ന് വെച്ചാൽ നോക്കൂ, ഇപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഡൈപോള് ഇങ്ങനെ ഫാൾ ചെയ്യുന്ന നോക്കൂ, ഇങ്ങനെയുള്ള ഫാൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫാൾ ചെയ്യുന്ന സമയത്ത് എബൌട്ട് ദിസ് ആക്സിസ് ആണ് ഡൈപോൾ വർക്ക് ചെയ്യുന്നത്. കണ്ടോ? എബൌട്ട് ദിസ് ആക്സിസ്. അപ്പോൾ ഇവിടെ ശരിക്കും 2 ടോർക്ക് ഉണ്ട്. ഇവിടെ 2 ടോർക്കുകളുണ്ട്. ഒന്ന് R ക്രോസ് F പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. R ക്രോസ് F എന്താ? ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ദ ഒറിജിൻ അല്ലേ? അങ്ങനെ തന്നെയാണ് ഇവിടെ. നോക്കൂ, ഇവിടെ ഒരു ഫോഴ്സ് ഇയാളല്ലേ എബൌട്ട് ഇതാണ്, എബൌട്ട് ഈ ലൈനിലാണ്, ആ ലൈനിലാണ് എന്ത് ചെയ്യാൻ പോണത്? ഇത് തിരിയാൻ പോണത്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ശരിക്കും എത്ര? ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. കണ്ടോ ഈ കേസിൽ? അതുപോലെ ഇത് അടുത്ത ഫോഴ്സാണ്. ഈ ഫോഴ്സും എബൌട്ട് ദിസ് ആക്സിസിലാണ് ഡൈപോൾ തിരിയുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ദ ഒറിജിൻ എന്ന് പറഞ്ഞാൽ നോക്കുക, അത് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇങ്ങനെ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇത് +1 ആയിട്ട് കണക്ട് ചെയ്യണം. നിങ്ങൾ ഇത് പുതിയ കാര്യങ്ങളല്ല നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ആ ഇക്വേഷൻ ഉണ്ടാവില്ല. ഒരൊറ്റ ഇക്വേഷൻ ഉണ്ടാവുക. എന്താ പറയുക? ടോർക്ക് ഈസ് ഈക്വൽ ടു one of the forces into perpendicular distance between the forces. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നത് ഇത് എവിടെയും ഇല്ലാത്ത പുതിയൊരു ഇക്വേഷൻ ഉണ്ടായതല്ല. ഇതാരത്? R ക്രോസ് F. നമുക്ക് ഈ കേസിൽ 2 ഉണ്ട്. ആ 2 R ക്രോസ് Fഉം കൂടെ പരിഗണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതിനെ നമ്മളൊരു സിംഗിൾ ഇക്വേഷനാക്കി എഴുതിയാണ്. അത് നിങ്ങൾ ഒരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങളത് എടുക്കുക. ഇന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. വീട്ടിലാണല്ലോ ഉള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? അത് നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒറ്റക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് 2 വരുമ്പോൾ 2 കൂടെ ആഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ ഇക്വേഷനാണിത്. പരീക്ഷയ്ക്ക് നിങ്ങൾ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഇത് എഴുതി എക്സാമിൽ മാർക്ക് വാങ്ങിയാൽ മതി എക്സാമിൻ്റെ കേസിൽ. പക്ഷേ പഠിച്ചു വെച്ചതും ഇതും തമ്മിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശരിക്കും കമ്പയർ ചെയ്ത് നിങ്ങൾ കണ്ടെത്തണം. നോക്കൂ, 1 ഓഫ് ദ ഫോഴ്സസ് എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ 2 ഒരേ ഫോഴ്സാണ്. അപ്പോൾ QE. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. നോക്കൂ, QE അങ്ങോട്ട്, ഒരു QE ഇങ്ങോട്ട്. അപ്പോൾ അവരുമുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2A ഇവിടെ ഉണ്ട്. പക്ഷേ 2A അത് പെർപെൻഡിക്കുലറാ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കൂ, അതിനെ നമ്മൾ ഇങ്ങോട്ട് വരക്കണം. ഇവിടുന്ന് നമ്മളിങ്ങോട്ട് താഴോട്ട് വരയ്ക്കുക. ഓക്കെ, AB ഈ പോയിന്റിനെ C എന്ന് പേരിട്ടു. അപ്പോൾ ഈ AC ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ. അപ്പോൾ QE × AC.
ഇപ്പോൾ നോക്കൂ എ സി എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. ഈ ഫോഴ്സ് ഇങ്ങോട്ട് ഓരോമുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അല്ലേ. ദിസ് ഈസ് നത്തിങ് ബട്ട് എ സി. ഈ ആംഗിൾ നമ്മൾ ഓൾറെഡി തീറ്റയാണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ക്യു ഇ ഇൻറ്റു എ സി കണ്ടെത്തണം. എ സി കണ്ടെത്താൻ നോക്കൂ, ഇതിൽ നിന്ന് നമ്മൾ സൈൻ തീറ്റ കാണാം. ഏതിൽ നിന്ന്? ട്രയാങ്കിൾ എ ബി സിയിൽ നിന്ന് സൈൻ തീറ്റ കണ്ടെത്തുക. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ സി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 2a. Therefore perpendicular distance AC is equal to ആരാണ്? 2a sin theta. That is equal to ഇവിടെ നമ്മൾ അത് കൊടുക്കുക 2a sin theta. 2a sin theta. That is equal to നോക്കൂ q ഇവിടെ ഉണ്ട്, 2a ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെന്ത് എഴുതാം? p. അപ്പോൾ PE sin theta. PE sin theta. ഇതാണ് ആര്? ടോർക്ക്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PE sin theta. PE sin theta. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോർക്ക് ഈസ് PE sin theta, വെർ P ഈസ് ദ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് E ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് വെക്റ്റർ ടോ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക P ക്രോസ് E എന്നാണ്. P ക്രോസ് E. നോക്കൂ ഇവിടെ നമ്മൾ PE sin theta എന്ന് എഴുതിയുകൊണ്ട് P ക്രോസ് E. ഇവിടെ ഒരാളിങ്ങനെ ചെയ്യുമ്പോൾ EP sin theta എന്ന് കിട്ടിയാൽ E ക്രോസ് P എന്ന് എഴുതാൻ പറ്റുമോ? നോ. കാരണം ആ EP sin theta PE sin theta ഈക്വലാണ്. പക്ഷേ P ക്രോസ് Eയും E ക്രോസ് P എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പോൾ ഇനി ഇത് എന്തടിസ്ഥാനത്തിൽ എഴുതിയത്? ഇത് നമ്മൾ വേറെ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് PE sin theta ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ P ക്രോസ് ഇൻ്റെ ഡിറക്ഷനും നോക്കി, E ക്രോസ് Pൻ്റെ ഡിറക്ഷനും നോക്കി. ആര് ഡിറക്ഷനായിട്ടാണ് മാച്ച് ആവുന്നത്? P ക്രോസ് ഇൻ്റെ. അങ്ങനെയാണ് നമ്മൾ ടോർക്ക് ഈസ് ഈക്വൽ ടു P ക്രോസ് E എന്ന് കൺക്ലൂഡ് ചെയ്തത്. മനസ്സിലായോ? അതാണ് ആ കൺക്ലൂഷൻ. ഇനി നോക്കി ഇതിൽ നമുക്ക് വ്യത്യസ്ത കണ്ടീഷൻസ് കൊടുക്കാം. അതായത് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് എന്താ? ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് വെക്റ്റർ ടോ ഈസ് ഈക്വൽ ടു P ക്രോസ് E ഓർ ടോ ഈസ് ഈക്വൽ ടു PE sin theta. PE sin theta നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കൂ ടോ മിനിമം ആക്കുക. അല്ലെങ്കിൽ മാക്സിമം എപ്പോഴാണ് കിട്ടുക? ടോ മാക്സിമം എന്ന് പറഞ്ഞാൽ PE sin theta മാക്സിമം വാല്യൂ. sin theta മാക്സിമം വാല്യൂ എത്ര? 1. അപ്പോൾ എത്ര കിട്ടുക? PE. അപ്പോൾ ഇതെപ്പോഴാണ് നമുക്ക് കിട്ടൽ? ഇതെപ്പോഴാണ് കിട്ടുക? ഇത് തീറ്റ 90 ആകുമ്പോൾ sin 90 ആണ് 1. എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രിക് ഫീൽഡിന് എക്സാക്ട്ലി പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ഡൈപോൾ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? റെഡി അല്ലേ? ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ഡൈപോൾ നിൽക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം ടോർക്ക് ഉണ്ടാവുക. ഇനി നോക്കൂ മിനിമം ടോർക്ക് അത് എത്ര ഉണ്ടാവുക? അത് ടോ മിൻ എത്ര? 0. നമുക്ക് 0. അപ്പോൾ 0 എപ്പോഴാണ് കിട്ടുക? അത് തീറ്റ നമുക്ക് 0 ആകുമ്പോൾ, അല്ലെങ്കിലോ 180 ഡിഗ്രി ആവുന്ന സമയത്ത്. സൈൻ 0 ആണ്, സൈൻ 180 നമുക്ക് എന്ത് തന്നെയാണ്? 0 ആണ്. മനസ്സിലായോ? അപ്പോൾ എഗെയിൻ നിങ്ങൾ നോക്കൂ, ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ക്യൂവിൻ്റെ മുകളിൽ അങ്ങോട്ടൊരു ഫോഴ്സ്, മൈനസ് ക്യൂവിൻ്റെ മുകളിൽ ഇങ്ങോട്ട് ഫോഴ്സ്, ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ ഈസ് 0 ആണ്. പക്ഷേ നെറ്റ് ഇഫക്റ്റ് 0 ആവില്ല. കാരണം അത് ഞാൻ നേരത്തെ കൺക്ലൂഡ് ചെയ്തില്ലല്ലേ? അപ്പം നേരത്തെ ഒരാൾ നമ്മളിങ്ങനെ നിൽക്കുന്ന കേസ് പറഞ്ഞില്ലേ? അപ്പോൾ ഈ കേസിൽ എന്തുകൊണ്ടാണ് അവിടെ നെറ്റ് ഫോഴ്സ് 0 ആയിട്ടും നെറ്റ് ഇഫക്റ്റും 0 ആയത്? കാരണം ഇവിടെ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്നത് ഒരേ ലൈനിലാണ്. The forces are having the same line of action. Equal and opposite forces having the same line of action. അതിന് എന്തുണ്ടാക്കാൻ കഴിയില്ല? ടോർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. നേരെ മറിച്ച് നമ്മൾ സെക്കൻഡ് കേസിൽ നമ്മൾ സംസാരിച്ചത് എന്താ? സെക്കൻഡ് കേസിൽ നമ്മൾ സംസാരിച്ചത് ഒരാൾ കൗത്തിൽ ഇങ്ങോട്ട് വലിക്കുന്നു, മറ്റേ കാൽമൽ ഇങ്ങോട്ട് വലിക്കുന്നു. അങ്ങനെ നോക്കൂ, ഈ ഫോഴ്സിനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. പക്ഷേ അവർക്ക് ഹാവിങ് ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് ആക്ഷനാണ്. ഒന്ന് ഇതിലാണ്. അതിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ടോർക്ക് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ടോർക്കിൻ്റെ വ്യത്യസ്ത കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. PE sin theta, P ക്രോസ് E. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ ഡിറൈവ് ചെയ്ത് പഠിക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് കേട്ടോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. ക്ലിയർ അല്ലേ? ടോർക്ക് മാക്സിമം കിട്ടുന്ന കേസ് നമ്മൾ പറഞ്ഞു, ടോർക്ക് മിനിമം കിട്ടുന്ന കേസ് പറഞ്ഞു. ഇനി നോക്കൂ, ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് സംസാരിക്കാം. അതെന്താ? ഇതിപ്പോൾ നമ്മൾ വെച്ചത് ഇവിടെ എന്താ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഡൈപോളിന് വെച്ച്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിന് വെച്ചപ്പോൾ ഡൈപോളിൻ്റെ മുകളിൽ ഫോഴ്സ് 0 ആണ്. പക്ഷേ അതായത് ഡൈപോൾ എക്സ്പീരിയൻസസ് 0 ഫോഴ്സ് ബട്ട് നോൺ 0 ടോർക്ക്. 0 ഫോഴ്സ് ആൻഡ് നോൺ 0 ടോർക്ക്.
സീറോ ഫോഴ്സ് ആൻഡ് നോൺ സീറോ ടോർക്കാണ് ഈ കേസിലുള്ളത്. എന്നാൽ ഇത് നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിലോ, നോൺ യൂണിഫോം, ഉദാഹരണത്തിന് നോക്കൂ, ഇതാ ഞാൻ ഇവിടെ കാണിക്കാം, ഇതാ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ച്, ഇതാ നോൺ യൂണിഫോമാണ്, അതായത് ഓക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ വലിയ ഗ്യാപ്പിൽ, അതായത് ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് തന്നെയാണ്, പക്ഷേ ഇവിടെ ക്ലോസ്ലി പിന്നെ സ്പേസിലാണ്, ഇവിടെ പിന്നെ വളരെ ഗ്യാപ്പിലാണ് നമ്മൾ സ്പേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൈപോൾ നോക്കുക, നമ്മൾ ഇങ്ങനെ ഒരു ഡൈപോൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ ഉള്ള ഫോഴ്സ് ആണോ ഇവിടെ ഉണ്ടാകുക, ഇവിടെ ക്യൂ ഇവിടെ നമ്മൾ എന്താ പറയുക QE1, കാരണം ഇവിടുത്തെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ല, അപ്പോൾ ഇവിടെ എന്താ പറയുക QE2. അപ്പോൾ നോക്കൂ നെറ്റ് ഫോഴ്സ് ഉണ്ടാവുമോ, നെറ്റ് ഫോഴ്സ് ഉണ്ടാവും, കാരണം ഇത് നമ്മൾ എക്സാക്ട്ലി ക്യാൻസൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യൽ ഇങ്ങനെയാണ്, ഇൻ എ നോൺ യൂണിഫോം ഫീൽഡ് കേട്ടോ, ഇൻ എ നോൺ യൂണിഫോം ഫീൽഡ് ഡൈപോളിന് എന്തുണ്ടാവും, നോൺ സീറോ ഫോഴ്സ് ഉണ്ടാവും, നോൺ സീറോ ടോർക്ക് ഉണ്ടാവും, നോൺ സീറോ ഫോഴ്സ് ആൻഡ് നോൺ സീറോ ടോർക്ക് രണ്ടും ഉണ്ടാവും. ഓക്കെ, ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് zero force and non-zero torque. In a non-uniform electric field, non-zero force and non-zero torque will be there. Clear alle? Yes. നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. സിമ്പിൾ പ്രോബ്ലംസുകളാണ്. ബാക്കി പ്രോബ്ലംസുകൾ ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യും. ഞാൻ ഒന്ന് രണ്ട് പ്രോബ്ലംസുകളെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുള്ളൂ, ബാക്കി നമുക്ക് അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. നോക്കൂ ഇവിടെ പറഞ്ഞത്, നോക്കൂ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ആണ്. 2 ചാർജസ് പ്ലസ് ഓർ മൈനസ് 10 മൈക്രോ കുളൂം ആർ പ്ലേസ്ഡ് 5 mm എപ്പാർട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കൂ ഇതാണ് കേസ്. ഇവിടെ -10 മൈക്രോ കുളൂം, നോക്കൂ ഇവിടെ +10 മൈക്രോ കുളൂം, ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 5 millimeter ആണ്. 5 millimeter. Determine the electric field at a point on the axis of the dipole. ആക്സിസിൽ ഒരു പോയിന്റ്, സെൻറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആകലെ 15 centimeter. ഓക്കെ, സപ്പോസ് ഇവിടെ 15 ആണെന്ന് വിചാരിക്കും. ഓക്കെ, 15 centimeter ഫ്രം ദ പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല, 15 centimeter ഓൺ ദ സൈഡ് ഓഫ് ദ പോസിറ്റീവ് ചാർജ്. അത് നിങ്ങൾക്കറിയാം, അത് രണ്ടാണെങ്കിലും ഒരേ ഇഫക്റ്റ് ആണ് അല്ലേ, ഓർമ്മയില്ലേ? ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിൽ ലൈനിൽ ലെഫ്റ്റിലും റൈറ്റിലും ആണെങ്കിലുള്ള കേസൊക്കെ നമ്മൾ സംസാരിച്ചാണ്. ഓക്കെ, എന്നാലും ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഇത് ആക്സിൽ ലൈനാണെന്ന് മനസ്സിലായി, കാരണം ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്, ഡൈപോളാണ്. കാരണം ഡൈപോൾ ആണെങ്കിൽ സെപ്പറേഷൻ വളരെ ചെറുതായിരിക്കണം, ഇവിടെ സെപ്പറേഷൻ ചെറുതാണ്. ഓക്കെ, നൗ നോക്കൂ ഇവിടുത്തെ കാണാം. അപ്പോൾ നോക്കൂ ഈ ആക്സിലാണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു 1π ഇക്വേഷൻ ഇതാ, 1/4πε0. 5 mm സംബന്ധിച്ചിടത്തോളം 15 centimeter എന്ന് പറഞ്ഞാൽ ടു ലാർജ് ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ തന്നെ മതി. അപ്പോൾ ഏതാ 2p ഡിവൈഡഡ് ബൈ r3, 2p/r3. റെഡി അല്ലേ? അതിൽ നമുക്കൊരു ഡൈപോൾ മൊമെൻറ്റ് പീനെ നമുക്കിവിടെ കണ്ടെത്താം. പി ആരാ? q × 2a. അതിൽ q എത്ര? 10 × 10⁻⁻6 ഇൻറ്റു 2a എത്ര? 5 × 10⁻³ millimeter ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 × 10⁻⁻9. 50 × 10⁻⁻9 കൂളോംബ് മീറ്റർ കേട്ടോ. 50 × 10⁻⁻9 കൂളോംബ് മീറ്റർ. അത് കുഴപ്പമില്ലല്ലോ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് 1/4πε0 എന്ന് പറഞ്ഞാൽ 9 × 10⁻⁹ ഇൻറ്റു 2 ഇൻറ്റു ഇവിടെ എത്ര? 50 × 10⁻⁻9. ഇത് ഇവിടുത്തെ 2, പിന്നെ ഇവിടെ ഡൈപോൾ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ r3. r എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ 15 × 10⁻⁻2 the whole raised to 3. ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്. Now that is equal to 9 into ഇവിടെ 100 ഇവിടെ അല്ലേ, 2 × 50 100, അപ്പോൾ 900 into 10⁻². ഇതെത്ര? 10⁻². 9ഉം -9ഉം ക്യാൻസൽ ചെയ്ത് പോയില്ലേ. ഓക്കെ, അപ്പോൾ 10⁻0 എന്ന് വരിക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ഹോൾ ഡിവൈഡഡ് ബൈ 15ൻ്റെ സ്ക്വയർ എത്ര? 225. അതിന് ഒന്നുകൂടി 15 3
0.75 into 10 raised to minus 6 into 10 raised to minus 6. Yes, this is 900 divided by 3375. That will be approximately 0.27. 10 raised to minus 6 and 10 raised to 6 I. 10 raised to 6 or 2.7 into 10 raised to 5 Newton per Coulomb. Okay, cherry mistake and the calculation mistake and okay. Now a point Q at the B part 15 centimeter away from O on a line passing through O on normal to the axis of the dipole. Okay. And this is plus Q. Okay, this is O, our dipole center. Equatorial line 15 centimeter. Equatorial line 15 centimeter. This axial line value. Axial line value that is E axial. That is equal to 2.7 into 10 raised to 5 Newton per Coulomb. That distance equatorial. That is equal to half into 2.7 into 10 raised to 5 Newton per Coulomb. Ready? Okay. Now, this is 1.375. Let to 1.35 into 10 raised to 5 Newton per Coulomb is the right answer. Manasilayo? Clear alle? Yes. Appo yes. Nammada question de rendu answer ayallo. Rendu part nammal cheyidu kazhinju. Yes. Ningalku situation okke മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിലെ ബി പാർട്ട് വളരെ സിമ്പിൾ ആണ്. ഒരിക്കലും അതിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പോകരുത്. ആദ്യത്തെ ആക്സിൽ ലൈനിൽ കിട്ടിയാൽ അതിൻ്റെ അതേ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്? ഇവിടെ 15 സെൻറ്റിമീറ്റർ ആണ്, ഇതും തന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആക്സിൽ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഇക്വറ്റോറിയൽ, അല്ലെങ്കിൽ ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ ആക്സിയൽ. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്ത പ്രോബ്ലം നോക്ക്. An electric dipole with a dipole moment. അപ്പോൾ dipole moment ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 4 into 10 raised to minus 9 Coulomb meter. Aligned at an angle 30 degree with a uniform electric field. Okay, അപ്പോൾ തീറ്റ തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഓക്കെ. കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക്. ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ, ഒന്നും ചെയ്യാനില്ല. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എന്താണ്? PE sin theta. That is equal to 4 into 10 raised to minus 9 into 5 into 10 raised to 4 into sin 30 എത്ര? 1/2. അപ്പോൾ 2 cancelled, 2 into 5 10 into 10 raised to minus 5. That is equal to 10 raised to minus 4 Newton meter is the right answer. Newton meter. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ, അതിൽ ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാൻ പോവാണ്. ഓക്കെ. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. യെസ്, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന് വളരെ സിമ്പിൾ. സാധാരണ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നോക്കൂ. ഇവിടെ ഒരു Q ചാർജ്, ഒരു Q1 ഇവിടെ, ഒരു Q2 ഇവിടെ, ഒരു Q3 ഇവിടെ, Q4 ഇവിടെ, അങ്ങനെ ഒന്ന് മറ്റൊന്നിൽ നിന്നും ഇങ്ങനെ കൃത്യമായി വേറിട്ട് നിൽക്കുന്ന, സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഡിസ്ക്രീറ്റ് 1 2 3 4 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ കൗണ്ട് ചെയ്യാൻ അതിനൊക്കെ കഴിയുന്നത്. ഇതാണ് ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവില്ല, ചാർജുകൾക്കിടയിൽ ഗ്യാപ്പില്ലാതെ അവർ ഒട്ടിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു മെറ്റാലിക് റോഡ് നമ്മളെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. മെറ്റാലിക് റോഡ് ഇതിനെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ചാർജ് ഇവിടെ, ഒരു ചാർജ് ഇവിടെ, ഒന്നിവിടെ, എങ്ങനെയാണോ നിൽക്കുക? അല്ല, ഉള്ള ചാർജ് അതിൻ്റെ സർഫസിൽ ഒന്നാകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു സ്ഫിയർ ഉണ്ട്, ആ സ്ഫിയറിലേക്ക് നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് കംപ്ലീറ്റ് ഈ സ്ഫിയറിൻ്റെ സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക.
ഈ സ്ഫിയറിൻ്റെ കേസിലെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. ഒരു കണ്ടക്റ്റിംഗ് സ്ഫിയറിന് നിങ്ങൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ സർഫസിൽ യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു ചാർജ്, ഇവിടെ വേറെ ചാർജ്, അങ്ങനെയല്ല, അത് ഡിസ്ക്രീറ്റ് ആണ്. അത്തരം ഡിസ്ട്രിബ്യൂഷനാണ് മൊത്തത്തിൽ പിന്നെ അവിടെ ഒന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാരാൾ ഡിസ്ക്രീറ്റ് ചാർജസ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോൾ വെൻ ദർ ഈസ് നോ സ്പേസ് ഇൻ ബിറ്റ്വീൻ, അവർക്കിടയിൽ ഗ്യാപ്പ് ഇല്ലാത്ത സമയത്ത്. അപ്പോൾ എ സിസ്റ്റം ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് ഇലക്ട്രിക് ചാർജസ് ഫോംസ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ചാർജസ് വിത്ത് നോ സ്പേസ് ബിറ്റ്വീൻ ദം. മനസ്സിലായല്ലോ? ഇതിനാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് 3 എണ്ണം പഠിക്കേണ്ടത്: ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നോക്കൂ, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അതെന്താ? ചാർജ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലൈൻ. ഒരു ലൈനിൽ, അപ്പോൾ നമുക്കൊരു വയറൊക്കെ, ഒരു തിൻ വയർ, അതിലേക്ക് നമ്മൾ ചാർജ് കൊടുത്ത ചാർജ് അതിൻ്റെ സർഫസിൽ യൂണിഫോം ആയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് 1 ഡയമെൻഷണൽ. അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുള്ള 1 ഡയമെൻഷൻ അല്ലല്ലോ ഉദ്ദേശിച്ചത്. അവിടെ ചാർജുകൾ കംപ്ലീറ്റ് ഇപ്പോൾ ഒരു റിംഗ് ആണെങ്കിൽ കണ്ടോ, എക്സാമ്പിൾ തന്നെ കൊടുത്ത് ചാർജ് ഓൺ എ ലോങ് വയർ ഓർ റിംഗ് എന്നാണ് കൊടുത്ത്. അപ്പോൾ അതും 1 ഡയമെൻഷനിലായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ചാർജുകൾ കംപ്ലീറ്റ് വളരെ നേരോ ആയിക്കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കേസിൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിന് ഞാൻ ചാർജ് കൊടുത്തു, ഇതിനാകെ ക്യൂ ചാർജ് കൊടുത്തു, ഇതിൻ്റെ ലെങ്ത് അല്ല. അപ്പോൾ എനിക്ക് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് അറിയണം. അതിനാണ് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എങ്ങനെയാണ് കാണുക? ചാർജ് ബൈ ലെങ്ത് ആണോ. അപ്പോൾ ക്യൂ ബൈ എൽ. അപ്പോൾ ഇതുമല്ല ഞാൻ ഡെൽറ്റ ക്യൂ ചാർജ് കൊടുത്താണെങ്കിലോ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഡെൽറ്റ എല്ലോ ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ പോകും. ഇഫ് ലാംഡ റെപ്രസെൻറ്റ്സ് ലീനിയർ ചാർജ് ഡെൻസിറ്റി, വാട്ട് ഈസ് ഇറ്റ്? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അതിനെയാണ് നമ്മൾ ലാംഡ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ അല്ലെങ്കിൽ ക്യൂ ബൈ എൽ. ഇവിടെ ഡെൽറ്റ ക്യൂ ചാർജ് കൊടുത്താൽ ആ ലെങ്ത് ഡെൽറ്റ എൽ ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചാർജിൻ്റെ യൂണിറ്റ് കൂളോമ്പ്, ലെങ്ത്തിൻ്റെ കൂളോമ്പ് പെർ മീറ്ററാണ് ആരുടെ യൂണിറ്റ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി യൂണിറ്റ്. ഇത്രയും കാര്യം എല്ലാവർക്കും അറിയണം. ഞാൻ ഈ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറഞ്ഞ ഇത്രയും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയൽ നിർബന്ധമാണ്. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് അതും ആർക്കും അറിയണ്ടെന്നല്ല, നിങ്ങൾക്ക് അറിയുന്നതാണ് വേണ്ടത്. എന്നാലും ഈ ഇതുവരെ നമ്മൾ സംസാരിച്ചതിൽ ഒരു നിലക്കും ഞാൻ എന്ത് ചെയ്യൂല, കോംപ്രമൈസ് ചെയ്യൂല എന്നതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ, നോക്കൂ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കാൻ പോവാണ്. ഇതിൽ കുറച്ചൊക്കെ റിലാക്സ് ചെയ്യും ഞാൻ. എന്താ സംഭവം? ഇവിടെ ഈ ഇക്വേഷൻസ് എന്താണെന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് നോക്കൂ, ഇതുവരെ നമ്മൾ കുളൂംസ് ലോ അപ്ലൈ ചെയ്ത് പോയിന്റ് ചാർജസിനാണ്. എന്ന് വെച്ചാൽ ഡിസ്ക്രീറ്റ് ചാർജ് 1/4π Q1 Q2 r² എന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്, 2 പോയിന്റ് ചാർജുകൾ. എന്നാൽ ഇവിടെ കേസ് അതല്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ലൈൻ ചാർജ് ഉണ്ട്. എന്താണ്? ഒരു ലൈൻ ചാർജ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ലൈൻ ചാർജ് ലൈക്ക് ദിസ്. ഒരു ചാർജ് ഇതൊരു ചാർജ്, എയറോ മാർക്കില്ല, ഇത് ചാർജ് മാത്രമേ ഉള്ളൂ. ഇതിൽ കംപ്ലീറ്റ് ചാർജ് ഉണ്ട്. ലാംഡ ചാർജ് ഡെൻസിറ്റിയിലാണ് ഇതിൽ ചാർജ് ഉള്ളത്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇവിടെ നോക്കൂ, ഒരു Q0 ചാർജും ഉണ്ട്. എനിക്ക് അറിയേണ്ടത് ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ടെസ്റ്റ് ചാർജ് Q0. ഈ Q0ൻ്റെ മുകളിൽ ഇയാൾ മൊത്തം എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമെന്ന് അറിയണം. അപ്പോൾ നമ്മൾ നോക്കൂ, ഇതിൻ്റെ ടോട്ടൽ ചാർജ് വെച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താ? അപ്പോൾ ഡിസ്റ്റൻസ് എടുക്കലൊക്കെ പ്രശ്നമാണ്. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് മാത്രം പോരല്ലോ. ഇപ്പോൾ ഇതിലുള്ള ചാർജ്, ടോട്ടൽ ചാർജ് Q ആണെന്ന് വിചാരിക്കുക, Q ടോട്ടൽ. പക്ഷേ ആ ക്യൂവിൻ്റെ പൊസിഷൻ പ്രശ്നം, ആ ക്യൂ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ഈ Q0 ഇവിടെ ചിലപ്പോൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വരിക, കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുത്താൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ നമ്മളൊക്കെ പ്രശ്നം അവിടെ. അതെ, Q1 Q2 Q1 Q0 അത് കുഴപ്പമില്ല. രണ്ടാമത്തെ Q2 നമ്മൾ എങ്ങനെ എടുക്കും? അത് ഈ മൊത്തം ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിയിലെ ഡിനോമിനേറ്ററിൽ 6 എടുക്കാൻ പ്രയാസപ്പെടും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ വയറിനെ നമ്മൾ ചെറിയ കഷ്ണാക്കി മാറ്റുക. അപ്പോൾ നോക്കൂ, ഇതിനെ ഡെൽറ്റ എല്ല്, മൊത്തം ലെങ്ത് എല്ലാണ്. അപ്പോൾ ഇങ്ങനെ ഡെൽറ്റ എല്ലുകളായിട്ട് ഇതിനെങ്ങനെ മുറിക്കുക, ഡെൽറ്റ എല്ലുകൾ. ഒരു എക്സാമ്പിൾ പറയണം. അപ്പോൾ ഇത് ഡെൽറ്റ എൽ.
അപ്പോൾ ഈ ഡെൽറ്റ എല്ലിലെ ചാർജ് എത്ര ഇൻറ്റു ലാംഡ. അപ്പോൾ ലാംഡ ഡെൽറ്റ എൽ. കാരണം ലാംഡ പറഞ്ഞാൽ എന്താ, ഒരു ലെങ്ത്തിലെ ചാർജ്, യൂണിറ്റ് ലെങ്ത്തിലെ ചാർജ്. അപ്പോൾ ഡെൽറ്റ എൽ ലെങ്ത്തിലെ ചാർജ് എത്ര, ലാംഡ ഡെൽറ്റ എൽ. ഇനി ഈ ചാർജ് മാത്രം ഈ Q0യുമായിട്ട് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് എത്ര നോക്ക്, കണ്ടോ, ഇയാൾ മാത്രം ഈ ഡിസ്റ്റൻസ്, ലെറ്റ് ഇറ്റ് ബി ആർ, ഞാൻ അതിനെ ആർ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇയാളും ഈ Q0യും മാത്രമുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക നമ്മൾ, 1/4πε0 Q0 ഇൻറ്റു ലാംഡ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ ആറ് പറഞ്ഞാൽ ഈ ആറാണ് ഡിസ്റ്റൻസ് ആറ്. അപ്പോൾ അതിൽ ഈ പോർഷൻ മാത്രം ഇവിടെ എക്സെർട്ട് ചെയ്ത ഫോഴ്സാണ് കിട്ടി. അതുകൊണ്ട് നമ്മൾ കാര്യം ആവോ ഇല്ല, നമുക്ക് ഈ വയർ കംപ്ലീറ്റ് എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് വേണം. അപ്പോൾ നോക്കൂ, ഇവിടെ അടുത്ത ലാംഡയിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അയാളെ കേസിൽ ഈ ആറിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആണ്, ഈ ആറ് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ആറിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓരോ ഫോഴ്സും ഇങ്ങനെ കണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആ പണിയാണ് നമ്മൾ ഇവിടെ എടുത്തത്. നോക്കൂ, അപ്പോൾ Q/4πε0 കോൺസ്റ്റൻ്റ് അതിനോട് മാറ്റി സിഗ്മ ലാംഡ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കൊടുത്ത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇതെന്താ സാധനം, ഒന്ന് 1/4πε0 Q0 ഇൻറ്റു ലാംഡ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഈ ആർ സ്ക്വയർ പ്ലസ് അടുത്തത് 1/4πε0 Q0 ഇൻറ്റു അടുത്ത ലാംഡ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഇതാണ് ഇവിടെ ചെയ്ത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടൂല. അതുകൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്ത്, കാരണം ഈ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞത് അത്യാവശ്യം നീളമുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആർ എന്ന് പറയുന്നതിനെ നിങ്ങൾക്കൊരു കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ആറുകൾ പലതും ഉണ്ട്, കണ്ടോ. അപ്പോൾ നോക്കി, ഇവിടെ മുതൽ ഇവിടം വരെ നിങ്ങൾ ഡെൽറ്റ ആർ എടുത്താൽ, ഡെൽറ്റ എൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ആറല്ലല്ലോ ഇവിടെ നിന്നുണ്ടാകുക, അതാണോ ഇവിടെ നിന്നുണ്ടാകുക, ഓരോന്നും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇത് പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സമ്മേഷനെ മാറ്റിയിട്ട് ഇൻറ്റഗ്രേഷൻ ആക്കുക. ഇൻറ്റഗ്രേഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എല്ലിൻ്റെ സൈസ് നമ്മൾ 0യിലേക്ക് ചെറുതാക്കുക. നമ്മൾ +1 വർക്ക് എനർജി ആൻഡ് പവറിൽ സംസാരിച്ച കാര്യമാണ്, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. അതായത് ഡെൽറ്റ എല്ലിൻ്റെ സൈസ് അങ്ങോട്ട് ചെറുതാക്കി അതിന് നമ്മളൊരു പേര് വിളിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ, ഇൻഫിനിറ്റിസിമലി സ്മോൾ എന്ന് നമ്മൾ വിളിച്ചത് അല്ലേ. നമ്മൾ നോക്കൂ, ഒരു നമ്മളെ പാത്രത്തിൽ നമ്മൾ അരിമണികൾ കുറേ ഉണ്ട്, കുറേ അരി എടുത്ത് നമ്മൾ ഇതിന്, പക്ഷേ ആ അരിമണികൾക്കിടയിലൊക്കെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ കേസിൽ ഞാൻ സംസാരിച്ചല്ലേ, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ കേസിൽ. അപ്പോൾ ഡിസ്ക്രീറ്റ് ചാർജുകൾക്കാണെങ്കിൽ ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ആഡ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുക, സമ്മേഷൻ ഉപയോഗിക്കുക. അതേ പണി തന്നെയാണ് ആരും ചെയ്യുന്നത്, ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത്. പക്ഷേ ഇൻറ്റഗ്രേഷൻ നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യാം, അത് കണ്ടിന്യൂസ് ക്വാണ്ടിറ്റീസിനാണ് അപ്ലൈ ചെയ്യുക. കണ്ടിന്യൂസ് ക്വാണ്ടിറ്റി ആകുമ്പോൾ ഡെൽറ്റ എല്ലിൻ്റെ സൈസ് എന്തായിരിക്കണം, ഇൻഫിനിറ്റ്സിമലി സ്മോൾ. അപ്പോൾ നമ്മൾ എന്തായാലും പേര് DL എന്ന പേര്, DL. അതാണ് ഈ കാണിച്ചത്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞതിലാണ് ഞാൻ നിങ്ങൾക്ക് ചെറിയ റിലാക്സ് തന്നത് കേട്ടോ. ഓക്കെ, പക്ഷേ ഇതും കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉഷാറായി. ഇതറിയാമെന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എലോങ് എ ലൈൻ. ഓക്കെ, അവിടെ ലാംഡ എന്നുള്ള ടേം നമ്മൾ കൊണ്ടുവന്നു, വിച്ച് ഈസ് കോൾഡ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഇനി നമ്മൾ അടുത്ത ചാർജ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കിടക്കണം. അത് നോക്കൂ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ചാർജ് ഈസ് കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സർഫസ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് 2-dimensional. അത് നമ്മൾ മെറ്റാലിക് ഷീറ്റ്, മെറ്റാലിക് ഷെല്ല്, സ്ഫെരിക്കൽ ഷെല്ലിൻ്റെ ഒക്കെ സർഫസിൽ. ഇനി നോക്കൂ, അതിന് നമ്മൾ വിളിക്കുന്ന പേര് സിഗ്മ. സ്മോൾ ലെറ്റർ സിഗ്മയാണിത്, ഇത് ക്യാപിറ്റൽ ലെറ്റർ സിഗ്മയാണ്. രണ്ടും ഗ്രീക്ക് ആൽഫബറ്റാണ്. ഗ്രീക്കിലെ ക്യാപിറ്റൽ ലെറ്റർ സിഗ്മ, ഗ്രീക്കിലെ സ്മോൾ ലെറ്റർ സിഗ്മ. സിഗ്മ റെപ്രസെൻറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി, ദാറ്റ് ഈസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും തന്നെ, കൂളോംബ് പെർ മീറ്റർ സ്ക്വയർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അതേ പരിപാടി ലാംഡറിലോടുത്ത് എന്താക്കിയെന്നുള്ളൂ, സിഗ്മ. പിന്നെ അവിടെ ലെങ്ത് ആയിരുന്നു നേരത്തെ സംസാരിച്ച്, ഇവിടെ ലെങ്ത് അല്ല ഉണ്ടാകുക, ഇവിടെ ഒരു ഏരിയയാണ്. ഈ ഏരിയയിലാണ് ഫുള്ള് ചാർജ് ഉള്ളത്, കണ്ടോ, ഈ ഏരിയയിൽ ഫുള്ള് ചാർജ്. എന്നിട്ട് അതൊരു പർട്ടിക്കുലർ Q0ൻ്റെ മുകളിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏരിയയാണ് എടുക്കേണ്ടത്. ഇവിടെ DS ഏരിയകൾ കണ്ടോ. നേരത്തെ DL എടുത്തതിന് പകരം ഇവിടെ DS ഏരിയകൾ. DS ഇങ്ങനെ ഉണ്ടാവില്ല, അത് ഡെൽറ്റാസുകളെടുത്ത്, അപ്പോൾ അതിന് വളരെ മൈന്യൂട്ട് ആകുമ്പോഴാണ് DS എന്ന് പറയാം. സെയിം സാധനം തന്നെ. അത് മനസ്സിലായില്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിനും ആ പ്രയാസം നിങ്ങൾക്ക് നേരിടും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഉള്ളതിൽ കോംപ്രമൈസ് ഇല്ല കേട്ടോ. ഓക്കെ,
അടുത്ത വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ചാർജ് ഈസ് കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ വോളിയം. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് 3-dimensional. ആരെ എക്സാമ്പിൾ നോക്ക്, സോളിഡ് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ വിത്ത് യൂണിഫോം ചാർജ് ഇൻ ഇറ്റ്സ് വോളിയം. ഓ, ഇത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞപ്പോഴാണ് ഒരു കുട്ടി ചോദിച്ചത്, അതെങ്ങനെ സർ നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ എങ്ങനെ ഇത് പോസിബിൾ ആവുക? ഓൾറെഡി നോൺ കണ്ടക്റ്റിംഗ് ആണ്. അതിനെപ്പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞാൽ എന്താ, ചാർജ് റിമെയിൻ അറ്റ് ദ പൊസിഷൻ വേർ ദേ വർ ട്രാൻസ്ഫേർഡ് എന്നാണ്. ആ ബോഡിക്ക് ചാർജ് കൊടുത്താൽ ചാർജ് അവിടെ തന്നെ ഉണ്ടാകുക, പിന്നെ അങ്ങോട്ടും നീങ്ങില്ല. പിന്നെ എങ്ങനെ അവിടെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഉള്ളിലൊക്കെ ചാർജ് ഉണ്ടാവുക. ഒരു മെറ്റാലിക് ഷെല്ല്, ഉള്ളു പൊള്ളയായ സാധനം, അല്ലെങ്കിൽ ഉള്ളു പൊള്ളയല്ല, ഉള്ളിലൊക്കെ സോളിഡാണ്. ഇത് രണ്ടും കണ്ടക്ടറാട്ടോ. ഇതിന് ക്യൂ ചാർജ് കൊടുത്താൽ ആ ക്യൂ എവിടെ ഉണ്ടാവുക? അതിൻ്റെ സർഫസിലുണ്ടാവുക. ഇതിന് ക്യൂ കൊടുത്താൽ എവിടെ വരെ ഉണ്ടാവുക? അതും സർഫസിൽ. ഉള്ളിൽ ചാർജ് നിൽക്കില്ല. ചാർജ് ആൾവേസ് റിസൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ സർഫസിലാണ് ചാർജ് എപ്പോഴും നിൽക്കുക. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിച്ച എന്താ, നോൺ കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ ചാർജ് ഉള്ളിലൊക്കെ ഉണ്ട്. അങ്ങനെ കേസ് പറ്റുന്നു യൂണിഫോം ആയിട്ട്. അപ്പോൾ അതെങ്ങനെ പോസിബിൾ? അതിന് പല മെത്തേഡുണ്ട്. അത് നിങ്ങൾ അത്ര ആലോചിച്ച് ബുദ്ധിമുട്ടാണ്ട. അപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ, മനസ്സിലാവാനുള്ള ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമുക്ക് നല്ല ഡ്രൈ സാൻഡ്, മണൽ ഡ്രൈ സാൻഡ്, അതിന് കംപ്ലീറ്റ് നമ്മൾ ചാർജാണ്ട് കൊടുത്ത്, ഇങ്ങോട്ട് ആ ചാർജ് ഓരോ മണൽത്തിരിക്കും ചാർജ് കൊടുത്ത്, ഇങ്ങോട്ട് അതുകൊണ്ട് നമ്മളൊരു സ്ഫിയർ ഉണ്ടാക്കി. ഒരു എക്സാമ്പിൾ പറയാണ്. സിമിലർ കേസ് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞത്, അല്ലാതെ അതേ കേസല്ല. ആ സിമിലർ കേസ് അപ്ലൈ ചെയ്ത് അപ്പോൾ ഉള്ളിലൊക്കെ എല്ലാ സ്ഥലത്തും എന്തായി, നമുക്ക് യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷനായി. അപ്പോൾ അതിൻ്റെ സിമ്പിളാണ് നമ്മൾ കൊടുക്കുന്ന റോ കൂളോംബ് പെർ മീറ്റർ ക്യൂബ്. F is equal to Q0/4πε0 integral ρ/r² dV. അതേ കേസ് തന്നെ, അതേ കേസ് ഇവിടെ റോ ആണ് കൊടുത്തത്, അതിൻ്റെ വോളിയം ആയതുകൊണ്ട് dV. ലെങ്ത് ആകുമ്പോൾ dl, ഏരിയ ആകുമ്പോൾ ds അല്ലെങ്കിൽ dA എന്നൊക്കെ കൊടുക്കാം. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ പാർട്ട് അവസാനിക്കുകയാണ്. എന്താ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? ഡിസ്ക്രീറ്റ് ചാർജസ് ബിക്കംസ് കണ്ടിന്യൂസ് when there is no space in between them. Linear charge distribution, surface charge distribution, volume charge distribution. Lambda linear charge density, charge per unit length, എന്താ യൂണിറ്റ്? കൂളോം പെർ മീറ്റർ. അടുത്തത് സർഫസ് ചാർജ് ഡെൻസിറ്റി, സിഗ്മ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ, കൂളോംബ് പെർ മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, കൂളോംബ് പെർ മീറ്റർ ക്യൂബ്, റോ. ഈ ചാപ്റ്ററിൽ നമുക്ക് കുളോംസ് ലോ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ദാറ്റ് ഈസ് ഗോസസ് ലോ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഗോസസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ പ്രൂഫും മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഈ ക്ലാസ് കഴിഞ്ഞാൽ അടുത്തതിൽ നമുക്ക് അതിൻ്റെ അസൈൻമെൻറ്റ് വരും. അപ്പോൾ അതിന് നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഗോസസിൽ നമ്മളോട് പറഞ്ഞു നോക്കൂ, ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈൻ്റെ ഇക്വേഷൻ എന്താ? ഇൻ്റഗ്രൽ E.ds. ഇവിടെ ഇതൊന്നും നോക്കാനായില്ല കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കും. ഇൻ്റഗ്രൽ E.ds ഇതാണല്ലോ നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ. ഫൈ ഈക്വൽ E.ds. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് കാണണം, പിന്നെ അത് ഏരിയയുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. E.ds. ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ് പറഞ്ഞത്. പക്ഷേ ഗോസ് നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണോ കാണേണ്ടത്? ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണോ നിങ്ങൾക്ക് കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയൊന്നും ബുദ്ധിമുട്ടാവേണ്ടതില്ല. അവിടെ നിങ്ങൾക്കൊരു എളുപ്പവഴിയുണ്ട്. എന്ന് പറഞ്ഞത് എന്താണ് എളുപ്പവഴി? അവിടെ നിങ്ങൾ ഈ ഫ്ലക്സ് കാണാൻ നിങ്ങളിങ്ങനെ ഈ പ്രയാസമൊന്നും പെടണ്ട. പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിൽ വല്ല ചാർജ് ഉണ്ടോ നോക്കുക. ചാർജ് എൻക്ലോസ്ഡ്. ആ ചാർജ് എൻക്ലോസ്ഡ് നിങ്ങൾ എത്ര നോക്കുക, അതിൻ്റെ ഉള്ളിൽ എന്താ ചാർജ് ഉള്ളത്? ഡിവൈഡഡ് ബൈ ε0 കണ്ടാൽ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ആൻസറായി. ഓഹോ, അപ്പം ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ലാഭമാണ് അല്ലേ? ഇത് സംഭവം ശരിയാണെങ്കിൽ നമുക്ക് ഭയങ്കര സൗകര്യമാണ്. ചാർജ് എൻക്ലോസ്ഡ് ബൈ ε0, ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ് എത്രയാണ്? ഡിവൈഡഡ് ബൈ ε0 കൊടുത്താൽ മതി. അതാണ് നമ്മളോട് ഇവിടെ പറഞ്ഞത്. ഫൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് സർഫസ് E.ds. ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ ε0.
the total electric flux through any closed surface in free space vacuum is equal to 1 by epsilon 0 times the total charge enclosed by the surface. ഇത് കണ്ട് ബേജാറാവണ്ട. ഇതാരാ phi ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി ഇതാരാണ്? അത് നോക്കൂ, ഇൻ്റഗ്രൽ, പിന്നെ ഇവിടെ ഒരു സർക്കിൾ ഇട്ട് കൊടുത്താണ്. എന്താ വായിക്കുക? ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് സർഫസ്, ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. മനസ്സിലായോ? ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 ഭയങ്കര സിമ്പിൾ, ഭയങ്കര സൗകര്യമില്ലേ? നമുക്ക് ഒരുപാട് സൗകര്യം കിട്ടി. നിങ്ങൾ ടോട്ടൽ ചാർജ് എൻക്ലോസ് ചെയ്ത് എത്ര നോക്കുക, ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 കണ്ടാൽ നിങ്ങൾക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടി. ഇനി ഇത് നമ്മൾ വാക്വത്തിലാണ്, ഫ്രീ സ്പേസിൽ നമ്മൾ പറഞ്ഞു. ഒരു മീഡിയത്തിലാവുമ്പോൾ ശരിക്കും ഈ എപ്സിലോൺ 0 എന്താവും? എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആരാ? എപ്സിലോൺ 0 എപ്സിലോൺ ആർ. അപ്പോൾ നോക്കൂ, ഇൻ എ മീഡിയം ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് സർഫസ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0ൻ്റെ കൂടെ എപ്സിലോൺ ആർ ചാർജ് എൻക്ലോസ്ഡ്. നോക്കൂ, ഇതും തമ്മിൽ മാറരുത്. ഇതാരാ? ഫൈ ഇലക്ട്രിക് ഫ്ലക്സ്. ഇതാരാണ്? ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് സർഫസ്, ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് സർഫസ്. അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയ പരിമിതി നമുക്കിപ്പോൾ എന്താ നമ്മൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലായത് എന്താ? ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്താവണം? ഒരു ക്ലോസ്ഡ് സർഫസ് ആവൽ നിർബന്ധമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് പല സ്ഥലത്തും ക്ലോസ്ഡ് സർഫസ് കിട്ടില്ല, അല്ലെങ്കിൽ ക്ലോസ് അല്ലാത്ത കേസ് നമുക്ക് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അതിനുള്ള ടെക്നിക്കാണ് നോക്കൂ, ഗോസിയൻ സർഫസ്. An imaginary closed surface drawn around a charge is called Gaussian surface. അതായത് ഒരു ചാർജിന് ചുറ്റും നമ്മൾ വരയ്ക്കുന്ന ഒരു ഇമാജിനറി ക്ലോസ്ഡ് സർഫസ് ഓഫ് എനി ഷേപ്പ് ആൻഡ് സൈസ്. അതിന് ഇമാജിനറിയാണ്, അങ്ങനെ സാധനം ഇല്ല. അപ്പോൾ നോക്കും, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, അതിന് ചുറ്റും ഞാൻ നോക്കും ഇങ്ങനെ ഒരു സർഫസ് കൺസിഡർ ചെയ്യാം. ഏത് ഷേപ്പും ഏത് സൈസും ഓഫ് എനി ഷേപ്പ് ആൻഡ് സൈസ് നിങ്ങൾ കൊടുക്കാം. അതിനാണ് ഗോസിയൻ സർഫസ് എന്ന് പറയാം. പക്ഷേ ഏത് ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പണി കിട്ടും. അതിന് നമുക്ക് ഡെറിവേഷൻസുകൾ വരാനിരിക്കുന്നുണ്ട്. ആ ഡെറിവേഷൻസിൽ ഗോസിയൻ സർഫസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് കൊടുക്കുക, ഏത് സൈസ് കൊടുക്കുക, നോ ഇഷ്യൂ. പക്ഷേ വൈസ് സെലക്ഷന് വേണ്ടി വേണം നിങ്ങൾ പോവാൻ. നമ്മുടെ സെലക്ഷൻ അത്ര വൈസ് അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അതെന്താ? അത് നമ്മൾ ഓൺ ദി വേ നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഗോസസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആവർത്തിച്ച് വായിച്ചോ പഠിച്ചോ ബൈഹാർട്ടാക്കിക്കോ. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ബൈഹാർട്ടാക്കി തന്നെ വേണം, അതിന് വേറെ വഴിയൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രൂഫ് ഇപ്പോൾ കാണിക്കും. പ്രൂവ് ചെയ്തിട്ടേ ഞാൻ അത് സ്റ്റേറ്റ്മെൻറ്റ് ഇതാവുള്ളൂ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അതിന് ഒരുപാട് ടൈം എടുക്കും. ഓരോ സമയത്തും ഗോസസിൽ ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പോകാൻ കഴിയില്ല. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. Phi is equal to integral over closed surface E dot ds, that is equal to charge enclosed by epsilon 0. അതൊരു മീഡിയത്തിലാവുമ്പോൾ 1 by epsilon 0 epsilon r. ഗോസിയൻ സർഫസ് ആരാ? ഇമാജിനറി സർഫസ് ഡ്രോൺ അറൗണ്ട് എ ചാർജ്. എന്തിനാണത്? എന്നാലേ നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത് നോക്കൂ, പ്രൂഫ് ഓഫ് ഗോസസ് ലോ ആണ്. ഗോസസ് ലോ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാ. ഗോസസ് ലോ നമുക്ക് പ്രൂവ് ചെയ്യണം. ഗോസസ് ലോ ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അതിന് നോക്കൂ, ഗോസസ് ലോ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്പെരിക്കൽ ബോഡി ആവശ്യമുണ്ട്. അത് ഞാൻ ഇവിടെ വരക്കാം. ഓക്കെ, യെസ്, ഒരു സ്പെരിക്കൽ ബോഡി ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗോസസ് ലോ പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗോസസ് ലോൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതാം. ഗോസസ് ലോ നമ്മളോട് പറയുന്നത് ഇൻറ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് സർഫസ് ഇ ഡോട്ട് ഡി എസ് ഇതാ, ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതാണല്ലോ ഗോസസ് ലോ. ഇതാണല്ലോ ഗോസസ് ലോ നമ്മളോട് പറയണത്, അല്ലേ? യെസ്, ദിസ് ഈസ് ഗോസസ് ലോ. ഇത് നമുക്ക് ഗോസസ് ലോ നമുക്ക് ഇവിടെ കിട്ടി. ഇത് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ LHS ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് നമുക്ക് അവസാനം RHS ഇടണം, അല്ലെങ്കിൽ RHS ചെയ്തിട്ട് നമുക്ക് LHS എത്തണം, വേണമല്ലോ. ഓക്കെ, ഞാൻ LHS തുടങ്ങാൻ പോവാം. LHS ഞാൻ തുടങ്ങാൻ പോവാണ്. ഇൻറ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് സർഫസ് ഇ ഡോട്ട് ഡി എസ്, ദാറ്റ് ഈസ് ഈക്വൽ അവിടെ കിട്ടാം. അതിന് ഞാൻ എന്താ ചെയ്യാൻ പോകും നോക്കും. ഞാൻ നോക്കൂ, സത്യത്തിൽ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഒരു +Q ചാർജ് വെക്കാൻ പോവാം. +Q
ഇവിടെ സെൻറ്ററിൽ. എന്നിട്ട് അതിൽ നിന്ന് ഈ സർക്കിൾ ഇപ്പം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അവിടെ കേട്ടെ, അതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഇതാ എവിടെയെങ്കിലും r ഡിസ്റ്റൻസ് റേഡിയസ്, അത് എക്സാക്ട്ലി റേഡിയസ് ആയിരിക്കും ഇത്, പക്ഷെ ഞാൻ ഇവിടെ r ഡിസ്റ്റൻസ് അകലെ ഞാൻ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇവിടെ പോയിൻ്റ്, ആ പോയിൻറ്റിന് P എന്ന് പേരിട്ട്. നല്ലോണം ശ്രദ്ധിക്കട്ടോ, നല്ലോണം ശ്രദ്ധിക്കാം. പോയിൻറ്റിന് P എന്ന് പേരിട്ടു. ഈ P എന്ന പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താ? ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ r സ്ക്വയർ. Q ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സംശയമില്ലല്ലോ, പോയിൻ്റ് ചാർജാണ് ഇവിടെ. പോയിൻ്റ് ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്ലസ് ക്യൂ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. കണ്ടോ, ഇയാൾ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അതിനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E. ഓക്കെ, ഇനി നോക്കൂ, ഞാനൊരു കാര്യം കൂടെ അതിൽ മാർക്ക് ചെയ്യാൻ പോവാം. ആ പോയിന്റിൽ ചെറിയൊരു ഏരിയ എലിമെൻ്റ് എടുക്കുക, ഒരു ഏരിയ എലിമെൻ്റ്. DS, ആ ഏരിയ എലിമെൻറ്റിന് എന്തെടുത്ത പേര്? DS. ഇത് ഏതുപോലെ അറിയാം? ഒന്നുകൂടെ ശ്രദ്ധിക്കും. ഓക്കെ, എൻ്റെ അടുത്ത് നോക്കട്ടോ, ഒരു സ്ഫിയർ. ഇപ്പം നമ്മളെ ഫുട്ബോൾ, അപ്പോൾ ആ ഫുട്ബോളിൻ്റെ മൊത്തം ഏരിയ അതിന്മേൽ കണ്ടില്ലേ നിങ്ങൾ? ഒരുപാട് ഹെക്സഗൺസ് ഇങ്ങനെ ഫുട്ബോളിന്മേൽ. ആ മൊത്തം ഏരിയ എസ് ആണ്. ഓരോ ഹെക്സഗൺ എന്താ? ഡെൽറ്റാസ്. റെഡി അല്ലേ? ആ ഡെൽറ്റാസിൻ്റെ ഏരിയ ഇങ്ങോട്ട് ചെറുതാക്കി കൊണ്ടുവന്നാൽ എന്താ കിട്ടുക? DS. അത്തരം ഒരു DS ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത്. ഇനി ഫുട്ബോൾ അതിൻ്റെ സർഫസിൽ ഏത് ഭാഗത്തോ നിങ്ങൾ അവിടുത്തെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്താ? ഔട്ട്വേർഡ് നോർമൽ. അവിടുത്തെ ഔട്ട്വേർഡ് നോർമൽ. റെഡി അല്ലേ? ഔട്ട്വേർഡ് നോർമൽ. നോക്കി, ഇവിടെ എടുത്താലും ഇവിടുത്തെ ഔട്ട്വേർഡ് നോർമൽ. അപ്പോൾ ഈ DS-ൻ്റെ ഡയറക്ഷൻ എന്ത്? DS. അപ്പോൾ ഇതിൻ്റെ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് നോക്കുക, ഇവിടുന്ന് ഇതേ ഡയറക്ഷനിൽ തന്നെ വരിക DS. അതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തെങ്കിലോ, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ +1 ചാർജ് വെച്ചാൽ അയാൾ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുക. ഇവിടെ DS ഏരിയയിൽ എടുത്തു കഴിഞ്ഞാൽ അതും നോക്കുക ഔട്ട്വേർഡ് നോർമൽ അങ്ങോട്ട്. അപ്പോൾ ഏത് പോയിന്റ് ആണെങ്കിലും അവിടെ Eയും DS-ഉം ഈ സ്ഫിയറിൻ്റെ കേസിൽ എന്താണ്? അലോങ് ദ സെയിം ഡിറക്ഷൻ. മനസ്സിലായോ? അതാണ് നമ്മൾ ഈ DS എടുത്തത്. ഇതാണ് നമ്മൾ സ്ഫിയർ അവിടെ എടുത്ത് ഒരു സ്ഫെരിക്കൽ ഷേപ്പ് എടുത്താണ് ഞാൻ. അങ്ങനെ ഇവിടെ എക്സാക്ട്ലി ഒരു സ്ഫിയർ ഉണ്ടോ? ഇല്ല. ഇത് നമുക്ക് ഗോസിയൻ സ്ഫിയർ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ഞാൻ ഗോസിയൻ സ്ഫിയർ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല കേട്ടോ. ഞാൻ ചെയ്തപ്പോൾ എന്താ അറിയോ? ഞാൻ ചെയ്തത് Q ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയോടെ ഫൈൻഡ് ചെയ്ത്. ഇനി അതേ r ഡിസ്റ്റൻസിൽ നോക്കും, ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതന്നെയല്ലേ കിട്ടുക? ആണ്. അതേ DS എന്നല്ലേ കിട്ടുക? E.ds. കാരണം Eയും DS ഒരേ ഡയറക്ഷനിലാണ്. അത് നോക്കും, ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലും അത് സ്വാഭാവികമായിട്ടും ആ പോയിന്റുകളൊക്കെ യോജിപ്പിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടിയതാണ്? ഒരു സ്ഫെരിക്കൽ ഷേപ്പ് കിട്ടിയത്. അത് അല്ല സ്ഫിയറിൻ്റെ സെൻറ്ററിൽ ആദ്യം കൊണ്ടുവച്ചു എന്ന് നിങ്ങൾ ഗസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അതൊരു ഇമാജിനറി സ്ഫിയർ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നോക്കൂ, ഇൻ്റഗ്രൽ E.ds ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ EDS cos 0. കാരണം Eയും DSും അലോങ് ദ സെയിം എവിടെയാണെങ്കിലും സർഫസിൽ എവിടെയാണെങ്കിലും അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ EDS. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ, ഈ സർഫസിൽ ഉടനീളം ആ ഇൻ്റെ വാല്യൂ എന്താ? സെയിം. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, 1/4πε0 Q/r². അപ്പോൾ E ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ദ ഇൻ്റഗ്രൽ. പിന്നെ ആരാളുള്ളത്? ഇൻ്റഗ്രൽ ഓവർ ക്ലോസ് സർഫസ് DS. ദാറ്റ് ഈസ് ഈക്വൽ ടു E ആരാ? 1/4πε0 Q/r² ഇൻറ്റു ഇൻ്റഗ്രൽ DS എന്താ? DS എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൊത്തം സ്ഫിയറിൻ്റെ സ്മോൾ ഏരിയ എലിമെൻറ്റ്. അപ്പോൾ ഇൻ്റഗ്രൽ DS എന്താ? ഏരിയ ഓഫ് ദ സ്ഫിയർ. That is equal to 1/4πε0 Q divided by r² into area of the sphere എത്ര? 4πr². അല്ലേ? കാരണം ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ ഈ സ്ഫിയർ ഞാൻ എടുത്തുകൊണ്ടുള്ള എനിക്ക് കിട്ടിയ ഗുണമാണിത്. ഒന്ന് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ തന്നെ എനിക്ക് ടോട്ടൽ ഏരിയ അവിടെ കിട്ടി. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ചിലപ്പോൾ വന്നൂടാ ഇല്ല. അപ്പം അവിടെ കേട്ടെ, ഞാൻ പറയാം. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാതെ. അപ്പോൾ നോക്കൂ, ഇവിടെ 4π ക്യാൻസൽ, r² ക്യാൻസൽ. ദാറ്റ് ഈസ് ഈക്വൽ ഇവിടെ ഇപ്പോൾ ആരാളുള്ളത്? ന്യൂമറേറ്ററിൽ Q ഡിവൈഡഡ് ബൈ ആരാളുള്ളത്? ε0. ഇതല്ലടോ ഇത്. അപ്പോൾ നോക്കി, LHS ചെയ്ത് നമ്മൾ എവിടെ എത്തി? RHSൽ. Q ആരാ? ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സ്ഫിയർ. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ്, ഹെൻസ് ദ പ്രൂഫ്. ആദ്യം നിങ്ങൾ ഈ പ്രൂഫ് പഠിക്കുക.
കേട്ടോ. എന്നിട്ട് ഞാൻ ഇനി പറഞ്ഞ് കേൾക്കാൻ വിട്ടു. അപ്പോൾ ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് പഠിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഡൗട്ടുകളും വരുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരാവുന്ന ഒരു ഡൗട്ടിൻ്റെ ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് ആദ്യം നിങ്ങൾക്ക് ഡൗട്ട് വരണമല്ലോ. അതിന് നിങ്ങളത് നന്നായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഡൗട്ട് വരുള്ളൂ. പോസ് ചെയ്തല്ലോ അല്ലേ? യെസ്. ഞാൻ ചോദിക്കാം. ചിലർക്ക് തോന്നും ഇവിടെ ഇതിപ്പോൾ നമ്മൾ സ്ഫിയർ എടുത്തത് കൊണ്ടല്ലേ ഇവിടെ ഈ 4πയും 4πയും ഇവിടെ ക്യാൻസൽ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ സ്ഫിയറിന് മാത്രമാണോ ഗോസസ് ലോ അപ്ലിക്കബിൾ? ഇവിടെ സ്ഫിയറിന് പകരം വേറെ വല്ല സാധനവും, ഇപ്പം നോക്കൂ, ഇവിടെ ഒരു സെൻറ്ററിൽ ചാർജ്, ഇവിടെ നമ്മളിങ്ങനെ ഒരു ക്യൂബാണ് എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമല്ലല്ലോ ഇങ്ങോട്ടുള്ളത്, ആണോ? അതാണല്ലോ ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഈനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ കനോട്ട് ബി ടേക്കൺ ഔട്ട്സൈഡ് ദ ഇൻ്റഗ്രൽ. ഇനി മാത്രമല്ല വേറൊരാൾ നോക്കൂ, വളരെ വികൃതമായ ഇങ്ങനെയുള്ള ഒരു കോലം കെട്ട ഷേപ്പ് അടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പം അതും പ്രശ്നമായി. ഏത്? അപ്പോൾ ഇൻ്റഗ്രൽ ഡി എസും കാണാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ മൊത്തം ഏരിയ ഒറ്റയടിക്ക് നമുക്ക് ബൈ ഹാർട്ടാണോ? അല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടല്ലേ ഇത് ശരി, സ്ഫിയർ എടുത്തുകൊണ്ട് മാത്രമല്ലേ ഇപ്പോൾ ഇത് ശരിയായത്, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താ? തീർച്ചയായിട്ടും അല്ലെങ്കിലും ശരിയാകും. പക്ഷേ അല്ലെങ്കിൽ എന്താ പ്രശ്നം? അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, നമുക്ക് പണി കിട്ടും എന്ന് പറഞ്ഞത്. എന്താ പണി? അപ്പോൾ ഈനെ പുറത്താക്കാൻ പറ്റില്ല. അപ്പോൾ നോക്കൂ, ഈ സർഫസിലുടനീളം ഈൻ്റെ വേരിയേഷൻ നമ്മൾ കണ്ടെത്തണം, ആ ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തണം, എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. വെരി വെരി കോംപ്ലിക്കേറ്റഡ്. അതോടൊപ്പം തന്നെ നോക്കൂ, ഇവിടെ നമുക്ക് അറിയാവുന്നൊരു ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദി ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ ടോട്ടൽ ഏരിയ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സ്ഫിയർ ആയതുകൊണ്ട് നമുക്ക് പരിപാടി ഈസിയായി. അപ്പോൾ സ്ഫിയർ അല്ല, ഇവിടെ സിലിണ്ടറാണ്, ഇവിടെ ക്യൂബാണ്, ഇവിടെ അതൊന്നും ഇല്ലാത്ത വേറെന്തോ ഷേപ്പാണ്. അപ്പോൾ ആൻസർ കിട്ടൂലേ? തീർച്ചയായിട്ടും ആൻസർ കിട്ടും. പക്ഷേ നമ്മുടെ പ്രൊസീജിയർ വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. ഇതാണ് അതിൻ്റെ കാരണം. മനസ്സിലായല്ലോ? അപ്പോൾ ഗോസസ് ലോ നിങ്ങൾ ശരിക്കും പഠിക്കുക. ഗോസസ് ലോൻ്റെ പ്രൂഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ചെറിയ പ്രോബ്ലംസുകളൊക്കെ ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോവാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ അസൈൻമെൻ്റാണ് നമ്മൾ തരിക. എന്നിട്ട് അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ നല്ല തറവുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നത്, ചാപ്റ്ററിൻ്റെ അവസാനമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗോസസ് ലോൻ്റെ അപ്ലിക്കേഷനും കൂടി പഠിക്കാനുള്ളൂ. അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീരാൻ പോവുകയാണ്. The first chapter is going to be finished after applications of Gauss's law. 3 അപ്ലിക്കേഷൻസ് നമ്മൾ 4 പഠിക്കും. 4 അപ്ലിക്കേഷൻസ് 3 ഉള്ളൂ ആക്ച്വലി. ഒന്ന് അതിൻ്റെ ബാക്കി തന്നെയാണ്. നമ്മൾ 4 നമ്പർ ഇട്ടിട്ട് 4 അപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കുന്നതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരും. മനസ്സിലായല്ലോ? ഓക്കെ, നന്നായിട്ട് പോയിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. വെറുതെ നോക്കി ഇതിങ്ങനെ കേട്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ് കേട്ടോ. നന്നായിട്ട് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, സീ യു.